കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ഓ, ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. കുടുംബം വെളുത്തില്ലെങ്കിൽ എന്റെ വെളുത്ത പല്ല് പോയി കിട്ടിയെന്ന് പറയാം. ആവേശത്തിന് ലിപ്സ്റ്റിക് വാരിയിട്ട് അത് മൊത്തം പല്ലിലായിപ്പോയി. ഇനിയിപ്പോൾ ചുണ്ടയിൽ ലിപ്സ്റ്റിക് പോവാണ്ട് ചോറുണ്ണണം. അതൊരു വലിയ പരിപാടിയാണെങ്കിലും ഞാൻ എളുപ്പകരമായി പൂർത്തിയാക്കി. പിന്നെ നേരെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാൻ ഈ ഒറ്റ കൈയുള്ള മനുഷ്യനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഒരു കൈ ഉള്ളെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരം അവന് കാണാനില്ല. പിന്നെ ഞാനതാ നേരെ ബസ് കയറി സ്റ്റേഡിയം എത്തി. സ്റ്റേഡിയം എത്തിയാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അപ്പൊ കാലി ബസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവളാണ് ആ പെൺകുട്ടി നിത്യ. ഇതിനെ കാത്തിട്ടായിരുന്നു ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. എന്തിന്? ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇല്ലസ്ട്രേഷനാണ് ചെയ്യുന്നത്. എൻ്റെ റെക്കോർഡാണ് ഈ കാണുന്നത്. പേടിക്കേണ്ട, അതൊരു ഡൂഡിൽ ആർട്ടാണ്. ഇത് മണ്ടാല ആർട്ട്. അങ്ങനെ പലതരം ആർട്ടുകളുണ്ട് എൻ്റെ റെക്കോർഡ് ബുക്കിൽ. അതെല്ലാം മിസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിവരെ ക്ലാസ്സിലിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാനതാ വീട്ടിലെത്തി. എന്നെ കൂട്ടാൻ വേണ്ടി ഒറ്റക്കൈയും വന്നിട്ടുണ്ട്. കൂടെ അതാ ബെല്ലയും ഉണ്ട്. ആദ്യമായിട്ടാണ് ബെല്ല എന്നെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഭയങ്കര സ്നേഹം. കുറച്ച് നേരം കഴിഞ്ഞ് കണ്ടതല്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചു. പറമ്പിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് വരാനുണ്ട്. അപ്പൊ തേങ്ങ എടുത്ത് പൊതിച്ചു ഉണക്കാനുള്ള പരിപാടിയാണ്. പിന്നെ രാത്രിയായി. കുറച്ച് സിനിമകൾ കണ്ടു തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അപ്പൊ ഗുഡ് നൈറ്റ്.